ഓക്കെ, ഇന്ന് നോക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അറേ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അറേ ലിസ്റ്റ് യൂസ് ചെയ്ത് ഇന്റന്റിൽ കൂടെ ഡേറ്റാസ് പാസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ആദ്യം ഒരു വീഡിയോ കണ്ട് ഇന്റന്റ് യൂസ് ചെയ്ത് ഡേറ്റ പാസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് ഓരോ വേരിയബിളോട്ട് സ്റ്റോർ ചെയ്താണ് നമ്മൾ ഡേറ്റാസ് പാസ് ചെയ്തത്. ഓരോ വിഡ്ജറ്റിലുള്ള വാല്യൂസും വേറെ വേരിയബിൾ എടുത്ത് സ്റ്റോർ ചെയ്ത് അങ്ങനെ. അപ്പൊ ഇത് കണക്കിപ്പോ ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ ഫോം ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ വിഡ്ജറ്റ്സ് ആണ് അല്ലെങ്കിൽ ഫീൽഡ്സ് ആണ്. അപ്പൊ അത്രയും വാല്യൂവിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഓരോ വാല്യൂ എടുത്ത് സ്റ്റോർ ചെയ്തിട്ട് ആണ് ഇന്റന്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് അപ്പുറത്ത് പാസ് ചെയ്യുന്നതും പിന്നെ വീണ്ടും ഒബ്ജക്റ്റ് വിളിച്ചിട്ട് വീണ്ടും എടുക്കുന്നതും എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ വാരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിനൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് അറേ ലിസ്റ്റ് യൂസ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന ഈ വാല്യൂസ് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടെങ്കിൽ ആ വാല്യൂസ് എല്ലാം അറേയിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് അറേ നമുക്ക് പാസ് ചെയ്യാം. അതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പൊ ഇതൊന്നും ഇട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് സുഖമായിട്ട് ചെയ്യാനും പറ്റും. എറർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. സെയിം വേരിയബിൾ നെയിം തന്നെ യൂസ് ചെയ്യാം. അപ്പൊ അധികം കൺഫ്യൂഷനും വരത്തില്ല, അധികം കോംപ്ലക്സിറ്റിയും വരത്തില്ല. പിന്നെ ഇവിടെ അറേ ലിസ്റ്റ് യൂസ് ചെയ്താണ് ഡേറ്റാസ് പാസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച മീൻസ് ഇന്റന്റിന്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. അതിൽ എങ്ങനെ കാണിക്കോ അതെ, സോറി, ഞാൻ ബാക്കി കോഡ് എഴുതിയിട്ടുണ്ടായിരുന്നത് കളഞ്ഞായിരുന്നു. ഓക്കെ, അത് കാണിച്ചു തരാം. അപ്പൊ ഈ വാല്യൂസ് എടുത്തിട്ട് അത് അറേയിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് ഈ ഒരു ലേഔട്ടിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്താണ്. അതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ രണ്ട് ആക്ടിവിറ്റിയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു മെയിൻ ആക്ടിവിറ്റിയും ഒരു പുതിയൊരു ആക്ടിവിറ്റി. മെയിൻ ആക്ടിവിറ്റിയിനകത്തുള്ള ഡിസൈൻ ഇതാണ്. പേര് സ്റ്റോർ ചെയ്യാനും പേര് ടൈപ്പ് ചെയ്യാനും രണ്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യാൻ ഒരു ഫീൽഡ്, ഒരു ബട്ടൺ, പിന്നെ ഒരു ടെക്സ്റ്റ് വ്യൂ. ഇവരുടെ ഡേറ്റാസ് സബ്മിറ്റ് കൊടുക്കുമ്പോൾ അടുത്തൊരു ആക്ടിവിറ്റി. ഇതാണ് എന്റെ അടുത്ത ആക്ടിവിറ്റി ന്യൂ പേജ് എന്നാണ് ഞാൻ കൊടുത്തേക്കണം. ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ രണ്ട് ടെക്സ്റ്റ് വ്യൂവിൽ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ തിരിച്ചു വരും. ഓക്കെ, ഇപ്പൊ ഇതാണ് മെയിൻ ആക്ടിവിറ്റിയുടെ കോഡ്. ഞാൻ ആൾറെഡി എല്ലാ വേരിയബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിഡ്ജറ്റിന് ആവശ്യമുള്ള വേരിയബിൾ ക്രിയേറ്റും ചെയ്ത് വിഡ്ജറ്റ് എല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ആക്ടിവിറ്റിയിൽ. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആക്ടിവിറ്റി വരാം. മെയിൻ ആക്ടിവിറ്റി വന്നിട്ട് നമുക്ക് ഫസ്റ്റ് അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ ലിസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓപ്ഷൻ വരും, എൻ്റർ അടിക്കുക. ഇനി രണ്ട് ആംഗുലർ ബ്രാക്കറ്റ് എടുക്കുക. അതിൻ്റെ അകത്ത് ഏത് ടൈപ്പ് എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡേറ്റ ടൈപ്പ് സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് എന്ന് കൊടുക്കുക. ഇനി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറയ്ക്ക് ഒരു പേര് കൊടുക്കണം. ഞാൻ ഇവിടെ അറയ്ക്ക് ഒരു പേര് കൊടുക്കുകയാണ് ARR. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാൻ ജസ്റ്റ് AR എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. ഇനി ഈ അറയ്ക്ക് വേണ്ടി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഈക്വൽ ടു ന്യൂ സ്പേസ്, അല്ലെങ്കിൽ ന്യൂ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് സെലക്ഷൻ കാണിക്കും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ന്യൂ അറേ ലിസ്റ്റ്, ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് അറേ ലിസ്റ്റ് ആൻഡ്രോയിഡിൽ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ വിഡ്ജറ്റ് ലിങ്കും ചെയ്ത് ഇനി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോകണം ഇന്റന്റ് യൂസ് ചെയ്ത്. അപ്പൊ നമുക്ക് അത് ഫസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഇന്റന്റ് വ്യൂ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം കിടക്കുന്ന ഓപ്ഷനാണ് ഇന്റന്റ് വ്യൂ, ക്രിയേറ്റ് ചെയ്യാൻ ഇന്റന്റ് വിത്ത് ആക്ഷൻ. അപ്പൊ അത് എൻ്റർ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കണക്ക് 4 ലൈൻ കോഡ് കിട്ടും. അതിൽ നടുക്കത്തുള്ള 2 ലൈൻ റിമൂവ് ചെയ്ത് കളയുക. എന്നിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ ഒബ്ജക്റ്റ് എല്ലാം മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റ് നെയിം കൊടുക്കാം. ഇഷ്ടമുള്ള ഒരു ഒബ്ജക്റ്റ് നെയിം ഐ എന്നോ ബി എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. വ്യൂ മാത്രം കൊടുക്കല്ലേ. ഞാൻ ഇവിടെ ഐ എന്ന് കൊടുക്കുന്നു. എവിടെയൊക്കെ വ്യൂ ഉണ്ടോ അതെല്ലാം ഐ എന്ന് കൊടുക്കുന്നു. എന്നും പറഞ്ഞ് ഇവിടെ കയറി മാറ്റല്. ഇന്റന്റ് ഒബ്ജക്റ്റിൽ എവിടെയൊക്കെ വ്യൂ ഉണ്ടോ അതെല്ലാം ഐ ആയിട്ട് മാറ്റണം. ഓക്കെ, ഇനി ഏത് പേജിലോട്ട് പോകണം അത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ദിസ് കോമ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ന്യൂ പേജ് എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ പേജ് ഡോട്ട് ക്ലാസ്. ഓക്കെ, ഇനി നമുക്കിത് സക്സസ് ആയതിൽ നോക്കാം. ഓക്കെ, ഞാൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്റെ അടുത്ത പേജിലോട്ട് പോകുന്നു. ഓക്കെ, ഇനി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പേജ് പോകുമ്പോൾ ഇവിടുന്ന് ഡേറ്റാസും കൂടി പാസ് ചെയ്യണം. അറേ ലിസ്റ്റ് യൂസ് ചെയ്ത് ഇവിടുന്ന് ഡേറ്റാസും കൂടി പാസ് ചെയ്യണം. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഇവിടെ ഞാൻ ഈ സബ്മിറ്റ് ബട്ടണിന്റെ മെത്തേഡിന്റെ അകത്ത് തന്നെ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡിന്റെ അകത്ത് ഡയറക്റ്റ് വാല്യൂസ് അറേ ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ ഫംഗ്ഷന്റെ അകത്ത് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞത് ക്ലിയർ ആയില്ലേ? എനിക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് അറയ്ക്കകത്ത് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ആഡ് മെത്തേഡിന്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് വിഡ്ജറ്റ് നെയിം എന്താണ് അതിന്റെ വേരിയബിൾ എഫ് നെയിം ആണ്. അതിലോട്ടല്ലേ ലിങ്ക് ചെയ്തേക്കണം. ഓക്കെ, എഫ് നെയിം ആ വിഡ്ജറ്റിൽ നിന്ന് വാല്യൂ ഗെറ്റ് ചെയ്യാൻ വേണ്ടി ഗെറ്റ് ടെക്സ്റ്റ് ഡോട്ട് അത് സ്ട്രിംഗിലോട്ട് കൺവേർട്ട് ചെയ്യണം. ടു സ്ട്രിംഗ് ആദ്യത്തെ വീഡിയോ ഉള്ളത് തന്നെ. എന്നിട്ട് കൺട്രോൾ ഡി അടിച്ച് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. എന്നിട്ട് അടുത്ത വാല്യൂ ഇതിനൊക്കെ സ്റ്റോർ ചെയ്യണം. അടുത്ത വിഡ്ജറ്റ് സ്റ്റോർ ചെയ്തേക്കുന്നത് എൽ നെയിമിലാണ്. എൽ നെയിം എടുക്കുന്നു, ഗെറ്റ് ടെക്സ്റ്റ് എടുക്കുന്നു, സ്ട്രിംഗിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയും കൊടുക്കാം. പക്ഷെ ഞാൻ അത് കുറച്ചും കൂടി ഈസിയാണ് കാണുമ്പോൾ. കോഡ് ലൈൻ കാണുമ്പോൾ തോന്നായിട്ട് തോന്നെങ്കിലും ഇവിടെ ഒരു ഫംഗ്ഷൻ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. ആഡ് വാല്യൂ ടു അറേ. ഇതൊരു ഫംഗ്ഷൻ നെയിം ആണ്. ഇത് ഇഷ്ടമുള്ള പേര് കൊടുക്കാം നിങ്ങൾക്ക്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു റെഡ് ബൾബിൽ ക്ലിക്ക് ചെയ്തിട്ട്
ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനുവേണ്ടി ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണ്ട. എന്നിട്ട് ഇതിന്റെ അകത്ത് ഈ ഫംഗ്ഷനകത്തായിരിക്കും ഞാൻ വാല്യൂസ് അറേക്കകത്ത് സ്റ്റോർ ചെയ്യണത്. മറ്റൊന്ന് കോപ്പി ചെയ്യാൻ മതിയായിരുന്നു, ഞാൻ കോപ്പി ചെയ്യാൻ വിട്ടുപോയി. അറേ നെയിം ഡോട്ട് ആഡ് മെത്തേഡ് എഫ് നെയിം ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് ഡോട്ട് ഫ്യൂ സ്ട്രിംഗ്. ഓക്കെ, അത് കണക്ക് അടുത്ത വിഡ്ജറ്റിന്റെ വാല്യൂ എടുക്കാൻ വേണ്ടി L9. അപ്പോൾ ബട്ടൺ ഞാൻ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് റൺ ആവും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആവും. ഈ ഒരു ബട്ടൺ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് കിടക്കും, ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തേക്കണം. അപ്പൊ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്റലിലോട്ട് മാറണം. അപ്പോൾ നമ്മൾ അറേക്കകത്ത് വാല്യൂ ആഡ് ചെയ്ത്, ആഡ് മെത്തേഡ് യൂസ് ചെയ്ത് അറേക്കകത്ത് വാല്യൂസ് ആഡ് ചെയ്ത്, ഇനി നമുക്ക് ഇന്റന്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് അപ്പുറത്തോട്ട് പാസ് ചെയ്യണം. അതിനുവേണ്ടി ഇന്റന്റ് ഒബ്ജക്റ്റ് ഐ ഡോട്ട് പുട്ട് എക്സ്ട്രാ യൂസ് ചെയ്താണ് നമ്മൾ വാല്യൂസ് പാസ് ചെയ്യണം. പുട്ട് എക്സ്ട്രയ്ക്കകത്ത് രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് ഉള്ളത്. ഒന്ന് കീ, ഒന്ന് കീ നെയിമും ഒന്ന് വാല്യൂ. നമ്മളെ വാല്യൂ പേരിലാണ് ഇരിക്കുന്നത്, നമ്മളെ അറേക്കകത്ത് അറേ നെയിം ARR. എന്നിട്ട് ഞാൻ അവിടെ ഒരു കീ കൊടുക്കുകയാണ്, യൂസർ നെയിം. അതാണ് എന്റെ കീ. ഓക്കെ, നമ്മൾ മെയിൻ ആക്ടിവിറ്റി എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറേനെ അല്ലെങ്കിൽ ഈ ഒരു ഇന്റന്റ് ഒബ്ജക്റ്റിനെ നമുക്ക് അടുത്ത ഈ ഒരു ആക്ടിവിറ്റിയിൽ സ്റ്റോർ അല്ലെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കണം, ഫെച്ച് ചെയ്തെടുക്കണം. അപ്പൊ അതിന് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറേ കൂടെയാണ് ഡേറ്റ പാസ് ചെയ്ത, നമ്മൾ ഒരു അറേ കൂടെയാണ് ഡേറ്റ പാസ് ചെയ്ത, അതുകൊണ്ട് നമ്മൾ ഒരു അറേയിലായിരിക്കണം ആ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനുള്ളത്. അപ്പൊ അറേ കൂടെയാണ് ഡേറ്റാസ് പാസ് ചെയ്യണമെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നതും ഒരു അറേയിലായിരിക്കണം. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത സാധനം കോപ്പി ചെയ്യുക, അടുത്ത ആക്ടിവിറ്റി എടുക്കുക, അത് താഴെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അറേ നെയിം സെയിം ആവാം, വേറെ ഒന്നും വരത്തില്ല. ഇനി നിങ്ങൾക്ക് എറർ അഥവാ വരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും നെയിം കൊടുത്താൽ അറേ നെയിം സെയിം ആവും. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പാസ് ചെയ്ത ഈ ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഈ പാസ് ചെയ്ത ഈ അറേ ഉണ്ടല്ലോ, ആ അറേ നമ്മളെ ഈ ഒരു ന്യൂ പേജ്, ഈ ഒരു പുതിയ ആക്ടിവിറ്റിയിൽ റിട്രീവ് ചെയ്തെടുക്കണം. റിട്രീവ് ചെയ്തെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറേക്കകത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി വലിയ സംഭവമൊന്നുമില്ല. അറേ നെയിം വിളിക്കണം ARR ഈക്വൽ ടു, ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് സെയിം നെയിം കൊടുക്കുന്നത് ഡൗട്ട് ആണെങ്കിൽ OB ഞാൻ കൊടുത്തേക്കാം. സെയിം നെയിം വന്നാലേ എററൊന്നും വരത്തില്ല. അത് ഓർത്ത് ടെൻഷൻ അടിക്കണം. OB എന്ന് കൊടുത്തിട്ട് പാരാന്തിസിസിനകത്ത് നമ്മൾ അറേ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വരും അറേ ലിസ്റ്റ് സ്ട്രിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ആ ഒരു പുട്ട് എക്സ്ട്രാ വാല്യൂ ഗെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരാന്തിസിസ്, നമ്മൾ അറേ വിളിക്കണം, അറേ ഒബ്ജക്റ്റ് വിളിച്ചിട്ട് ഈക്വൽ ടു കൊടുക്കണം. ഈക്വൽ ടു കൊടുത്തിട്ട് ഒരു പാരാന്തിസിസ്, ആ പാരാന്തിസിസിനകത്ത് ഫസ്റ്റ് കൊടുക്കാനുള്ള വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും. ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അറേ ടൈപ്പ് ചെയ്ത ഫസ്റ്റ് ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ചേർത്തുകൊണ്ട് അവിടെ നിന്ന് സ്പേസ് ഒന്നും ഇടാതെ ചേർത്തുകൊണ്ട് ഗെറ്റ് ഇന്റന്റ് ഡോട്ട് ഗെറ്റ് എക്സ്ട്രയോ ഗെറ്റ് സ്ട്രിംഗ് ഒന്നും ഇല്ല, ഫസ്റ്റ് ആ പാരാന്തിസിസ് അറേ ലിസ്റ്റ് എടുക്കുക, അതിന്റെ കൂടെ ചേർത്തുകൊണ്ട് ഗെറ്റ് ഇന്റന്റ് കൊടുത്തിട്ട് ഗെറ്റ് ഒരു പുതിയ മെത്തേഡാണ് ഗെറ്റ് സീരിയലൈസബിൾ എക്സ്ട്രാ. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇന്റന്റ് യൂസ് ചെയ്ത ഒബ്ജക്റ്റ് പാസ് ചെയ്തില്ലേ, അതിന്റെ കീ, ആ കീ എവിടെ പറഞ്ഞു കൊടുക്കണം, ഇവിടെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്താണ് ഇന്റന്റ് യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് റിട്രീവ് ചെയ്യണം, ഗെറ്റ് ഇന്റന്റ് ഡോട്ട് ഗെറ്റ് എക്സ്ട്രാക്ട്സ് ഡോട്ട് ഗെറ്റ് സ്ട്രിംഗ്, എന്നിട്ട് കീ പാസ് ചെയ്തു. അപ്പൊ അറേയിലാവുമ്പോ ഇത്രയേ ഉള്ളൂ. അറേ കൂടെയാണ് ഡേറ്റ പാസ് ചെയ്യണമെങ്കിൽ ആ ഡേറ്റ ഒരു അറേ തന്നെ സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് പാരാന്തിസിസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതൊരു അറേ ലിസ്റ്റ് ആണ്, സ്ട്രിംഗ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് സ്പേസ് ഒന്നും ഇടാതെ ഗെറ്റ് ഇന്റന്റ് മെത്തേഡ് കോൾ ചെയ്യണം, ഡോട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, അടുത്തൊരു പുതിയ മെത്തേഡ് ഗെറ്റ് സീരിയലൈസബിൾ എക്സ്ട്രാസും കൂടി കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മളെ കീ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത്രയും ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് പാസ് ചെയ്യണ ഈ അറേ ഈ ഒരു അറേ ഒബ്ജക്റ്റിലോട്ട് പോയി സ്റ്റോർ ചെയ്ത് വെക്കും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഒബ്ജക്റ്റുള്ള വാല്യൂസ് നമുക്ക് ആ ടെക്സ്റ്റ് വ്യൂവിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പൊ അതിനകത്ത് ഞാൻ രണ്ട് ടെക്സ്റ്റ് വ്യൂ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ടെക്സ്റ്റ് വ്യൂ. ഈ രണ്ട് ടെക്സ്റ്റ് വ്യൂവിലും ആ അറേക്കകത്തുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പൊ അതിനുവേണ്ടി ആദ്യത്തെ എഫ് നെയിം ഡോട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയുള്ള യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ് ടെക്സ്റ്റ്. ഗെറ്റ് ടെക്സ്റ്റിന്റെ അകത്ത് നമ്മുടെ വാല്യൂ പേരിലാണ് ഇരിക്കണം, അറേക്കകത്ത്. നമ്മൾ ഇവിടെ കൊടുത്ത അറേയുടെ പേര് എന്താണ്, OB ഡോട്ട് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യണം. OB ഡോട്ട് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇൻഡെക്സ് പൊസിഷൻ പറഞ്ഞു കൊടുക്കണം. ഒരു അറേയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഒരു അറേ ലിസ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നെയിം ഏതിനകത്താണ് സ്റ്റോർ ചെയ്തേക്കണം, നമ്മൾ ഫസ്റ്റ് നെയിം ഇപ്പൊ ഈ ഒരു ഓർഡറിലാണ്. അപ്പൊ ഈ ഫസ്റ്റ് നെയിം ആയിരിക്കും 0th പൊസിഷനിലോട്ട് ഇരിക്കുന്നത്. അത് കണക്ക് സെക്കൻഡ് പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് 1നകത്ത് ഇരിക്കുന്നത് ലാസ്റ്റ് നെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് നെയിം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, 1 എന്ന് പാസ് ചെയ്യണം. അത് കണക്ക് ലാസ്റ്റ് നെയിം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ലാസ്റ്റ് നെയിം എന്ന വിഡ്ജറ്റ് വാല്യൂലോട്ട് സെറ്റ് ചെയ്തിട്ട് ഇവിടെ 2 എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി പ്രീവിയസ് പേജിലോട്ട് പോകാൻ വേണ്ടി
ഫിനിഷ് എന്നുള്ള മെത്തേഡ് കൊടുത്താൽ മതി. വേറെ ഇന്റന്റ് യൂസ് ചെയ്ത് പാസ് ചെയ്യണം. ഡേറ്റാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റന്റ് യൂസ് ചെയ്ത് പാസ് ചെയ്യാവൂ. ഡേറ്റാസ് ഒന്നും ഇല്ലെങ്കിൽ ഇന്റന്റ് കൊടുക്കണ്ട. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റണ്ണായി. ടെസ്റ്റ് ചെയ്ത് നോക്കാം. അമൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്തോ ഒരു എററോ, എന്ത് എററോ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ. ഗെറ്റ് എനിക്ക് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇമേജ് കീപ് സ്റ്റോപ്പിങ്. ഇങ്ങനെയൊക്കെ എറർ വന്നെങ്കിൽ ഡീബഗ് ചെയ്യാൻ പറ്റുക. ലോക്ക് ആയിട്ട് എടുക്കുമ്പോൾ ഏതിലാണ് എറർ എന്ന് കാണിക്കും. 26ാമത്തെ. ഓ സോറി, ഇവിടെ 1ഉം 2 അല്ല 0യും 1ഉം ആയിരുന്നു. ഇൻഡെക്സ് പൊസിഷൻ മാറി കൊടുത്തു. കാരണം ഇപ്പൊ 1ഉം 2ഉം കൊടുത്തു കഴിഞ്ഞാൽ 1ന്റെ അകത്തുണ്ട്, 2 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ക്രിയേറ്റ് ആയിട്ടില്ല. കാരണം 2 വാല്യൂ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോറി, അതാണ് മിസ്റ്റേക്ക്. അപ്പൊ ഇങ്ങനത്തെ എറർ വന്നു കഴിഞ്ഞാൽ ഈ ലോക്കേറ്റിൽ എടുക്കാൻ നേരത്ത് കാണിക്കും എവിടെയാണ് എറർ മിസ്റ്റേക്ക് എന്ന്. അല്ലാതെ എറർ കാണിക്കത്തില്ല. ഇനി ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ. ഇപ്പൊ അറേ കൂടെ പാസ് ചെയ്ത വാല്യൂസ് ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ആയി. അപ്പൊ ഇങ്ങനെയാണ് അറേ ലിസ്റ്റ് യൂസ് ചെയ്ത് ഇന്റന്റിൽ കൂടെ ഡേറ്റാസ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ അറേ ലിസ്റ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫീൽഡ്സ്, ഇപ്പൊ ഇതേ കണക്ക് ഒന്നിൽ കൂടുതൽ, ഇപ്പൊ 1, 2, 3 ഒക്കെ ആണെങ്കിൽ നമുക്ക് വേരിയബിൾ യൂസ് ചെയ്തും ചെയ്യാം. ഓരോന്ന് സെപ്പറേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഡേറ്റാസ് ഓരോന്നായിട്ട് ചെയ്യാം. ഇപ്പൊ ഒരു 12, 15 ഫീൽഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് ഓരോന്നായിട്ട് അപ്പുറത്ത് പാസ് ചെയ്യണം. അപ്പൊ തോനെ ആക്ടിവിറ്റി വരുമ്പോൾ അത് മെനക്കേടായിരിക്കും. എല്ലാ വാല്യൂസും അപ്പുറം കൊണ്ട് പാസ് ചെയ്യണത്. അപ്പൊ അതിൽ ആവശ്യമുള്ള വാല്യൂസ് ആണ്, ആവശ്യമില്ലാത്ത വാല്യൂസ് ആണ്. അപ്പൊ അത് വലിയ മെനക്കേടായിരിക്കും. പക്ഷെ അതിനേക്കാൾ നമ്മളൊരു അറേക്കകത്തെല്ലാം സ്റ്റോർ ചെയ്തിട്ട് അറേ പാസ് ചെയ്ത് കൊടുത്താൽ മതി. അറേ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വേരിയബിൾ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. അതിനെ നമുക്ക് മൾട്ടിപ്പിൾ പേജിലോട്ട് പാസ് ചെയ്യാം. വേരിയബിൾസും പാസ് ചെയ്യാം. അറേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേക്കകത്ത് എല്ലാ വാല്യൂസും ഉണ്ട്. നമുക്ക് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് ആവശ്യമുള്ള വാല്യൂസ് മാത്രം ഓരോ പേജിൽ വിളിച്ചാൽ മതി. മറ്റേതാണെങ്കിൽ നമുക്ക് എല്ലാം പാസ് ചെയ്ത് കൊടുത്താലേ പറ്റത്തുള്ളൂ. വേരിയബിൾസ് വെച്ചാണെങ്കിൽ അറേ ആണെങ്കിൽ നമുക്ക് അറേക്കകത്ത് എല്ലാ വാല്യൂസും സ്റ്റോർ ആയിരിക്കും. പക്ഷേ നമുക്ക് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് ആവശ്യമുള്ള വാല്യൂസ് മാത്രം പ്രോസസ് ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ മാത്രം ചെയ്താൽ മതി. അപ്പൊ അതാണ് അറേ ലിസ്റ്റിന്റെ പ്രത്യേകത. പിന്നെ ഇവിടെ ഞാൻ ആണെങ്കിൽ സെയിം നെയിം യൂസ് ചെയ്യാം. അതും കൂടി കാണിക്കാം. അയ്യോ, ഇപ്പൊ സെയിം നെയിം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നീ സാധനം ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. വേരിയബിൾ നെയിം ഒന്നും മാറ്റണ്ട. ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇനി അഥവാ ഒരു എറർ പോലോ വരണമെങ്കിൽ പേര് മാറ്റി കൊടുത്താൽ മതി. എറർ വരത്തില്ല. ഞാൻ ഇപ്പൊ ഏസർ നൈട്രോ എന്ന് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതാ സെയിം അറേ നെയിം വന്നാൽ പോലും എറർ ഒന്നും വരത്തില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത പേജിലോട്ടാണ് ഈ അറേ നെയിം പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യണം, പുട്ട് എക്സ്ട്രാ കൊടുക്കണം, ആ അറേ പാസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടുത്ത ഏത് പേജിലോട്ടാണ് ഉള്ളത് അവിടെ വന്നിട്ട് ഈ ഒരു സാധനം കോപ്പി ചെയ്യുക, ആ ഒരു ആക്ടിവിറ്റി കൊണ്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിലോട്ട് ആ ഒരു അറേ അസൈൻ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ.